കോൺഗ്രസ് ഇന്ത്യൻ ടീമിന്റെ ഈ പെരുമാറ്റത്തിലാണല്ലോ ഒരു അസഹിഷ്ണുത മനോഭാവം എടുത്തിരിക്കുന്നത്. അതായത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വിഘാതമായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കുകയായിരുന്നുവെങ്കിൽ കളിക്കളത്തിൽ എങ്ങനെ പെരുമാറണോ ആ രീതിയിൽ പെരുമാറണമായിരുന്നുവെന്ന്. ഇതാണല്ലോ കോൺഗ്രസ് വിമുഖത കാട്ടാൻ കാരണം. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിക്കുകയാണെങ്കിൽ അതിനൊരു ക്ലോസ് ഇട്ടുകൊണ്ടേ കോൺഗ്രസിന് അഭിനന്ദിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ത്യൻ ടീമിന്റെ പെരുമാറ്റത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം ശശി തരൂരിന്റെ ട്വീറ്റിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം നേരത്തെയും ഇന്ത്യൻ ടീം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരുന്നതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു രംഗത്തെത്തിയിരുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ കാണുന്നു? ഇത് ശരിയായില്ല ഇന്ത്യൻ ടീമിന്റെ പെരുമാറ്റമെന്ന്. കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള ഔദ്യോഗിക നിലപാട് കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം മേധാവി പറഞ്ഞിട്ടുണ്ട്. അത് പ്രിയപ്പെട്ട മഞ്ജുഷ നമ്മുടെ ചർച്ചയുടെ ആദ്യം പറയുകയും ചെയ്തു. അവിടെ ഒരിടത്തും ഞങ്ങളെ ഇന്ത്യൻ കളിക്കാരെ കുറിച്ച് അല്ല അവരുടെ പെരുമാറ്റത്തെ കുറിച്ച് ഞങ്ങളുടെ വിയോജിപ്പ് വളരെ കൃത്യമായിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ 35 മിനിറ്റ് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ചതിന് എനിക്ക് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നാഷണലിസം. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ആ വിഷയത്തിലേക്ക് ആ ഹോം പോയിന്റിലേക്ക് എത്തി. എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട സുഹൃത്ത് പറയുകയുണ്ടായി, ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഒരിടത്ത് ദേശീയത ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞ ഒരു 70 വർഷം BJP അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 11 വർഷമായുള്ളൂ. അപ്പോൾ ഈ 70 വർഷം ഈ രാജ്യം ഇവിടെ നിലനിന്നത് എങ്ങനെയാണ്? കാരണം ഒരു ദേശീയത ഇല്ലാത്ത ഒരു രാഷ്ട്രത്തെ ഒന്നിച്ചു നിർത്താൻ കഴിയില്ല. കാരണം ഈ രാജ്യത്തെ ഒന്നിപ്പിച്ച് നിർത്തിയ ഒരു നാഷണലിസം. കാരണം 71 ഇവിടെ പറയുണ്ടായി, 71 യുദ്ധത്തിലെ ഇന്ദിരാഗാന്ധി ആധികാരികമായി ജയിച്ചു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അതിർത്തി കാക്കുന്ന ദുർഗാദേവിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം നമ്മൾ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിച്ചു. നമ്മൾ ആധികാരികമായി നമ്മൾ യുദ്ധത്തിൽ ജയിച്ചു. പക്ഷെ നമ്മൾ ഒരിക്കലും ക്രിക്കറ്റ് കളത്തിൽ ഇത് ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണെന്നോ ഘടകങ്ങൾ ഈ നമ്മുടെ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ചരിത്രത്തിനെ നമ്മൾ പാഠം പഠിക്കാൻ മുന്നോട്ട് പോകരുത്. അതിദേശീയത വളർത്തിക്കൊണ്ടുവന്ന ഇവിടെ പറയുന്നു BJPയുടെ ദേശീയതയെ കുറിച്ച്. നിങ്ങൾ പറയുന്നത് ഇവിടെ നരേന്ദ്രമോദി ഇന്ത്യക്ക് സ്വന്തമായ ഒരു ദേശീയത ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. എന്ത് തരം ദേശീയതയാണ് BJP മുന്നോട്ട് വെക്കുന്നത്? ആ ദേശീയതയാണ് ഞങ്ങൾ തട്ടുന്നത്. ആ ദേശീയതയാണ് വിമർശിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെ തെരഞ്ഞെടുക്കാൻ ഇവിടെ യഥാർത്ഥത്തിൽ BJPയുടെ ഔദ്യോഗിക വക്താവ് ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, രാഹുൽ ഗാന്ധിയാണ്. അവിടെ യഥാർത്ഥ വിഷയം ഉണ്ടാക്കുന്നത് കോൺഗ്രസ് ആണ്. എന്ത് വന്നാലും നിങ്ങൾ കോൺഗ്രസിന്റെ തലയിൽ കിടന്നതിന് യുദ്ധത്തിലൂടെ ഞാൻ ചോട്ടെ. ഇവിടെ പകൽഗാമിന് മുമ്പ് പുൽവാമ സംഭവം ഉണ്ടായി. ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് വർഷം 7 ഇതുവരെ ഞാൻ കുറ്റപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ചോദിച്ച ചോദ്യം ശരിയാണെന്ന് അത് ജമ്മു കാശ്മീരിന്റെ ഗവർണറായിരുന്ന BJPയുടെ നേതാവായിട്ട് സത്യപാൽ മാലിക് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു. അപ്പൊ നിങ്ങളുടെ ഓരോ ഇൻസിഡന്റുകളും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ദേശീയതയായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ പാകിസ്ഥാൻ അങ്ങനെയായി മാറി. അതുകൊണ്ട് ഇന്ത്യയും അങ്ങനെയായി മാറണം. 47 ഓഗസ്റ്റ് 15 ശേഷം അന്ന് RSS ആഗ്രഹിച്ചത് പാകിസ്ഥാനെ പോലെ നമ്മൾ ആഗ്രഹമായിരുന്നു RSS ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അന്നത്തെ സർസംഘചാലകായിട്ടുള്ള ഉൾപ്പെടെ വന്നത് ഇന്ത്യയും ഒരു മതരാഷ്ട്രമാക്കണം. അല്ലെങ്കിൽ അതിന്റെ ചിഹ്നം എന്താ? പാകിസ്ഥാൻ ഇസ്ലാമിക് പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാന്റെ ദേശീയത ഇസ്ലാമികമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ എല്ലാ കാലത്തും അജീവായി നിൽക്കും. പക്ഷെ ആ പാകിസ്ഥാൻ തകർന്നുപോയി. പക്ഷെ നെഹ്റു ഉൾപ്പെടെടുത്തില്ല. പാകിസ്ഥാൻ ഇന്ത്യ, മുസ്ലിം പാകിസ്ഥാനുള്ള ഇന്ത്യ, അതാണ് നമ്മൾ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് കഴിഞ്ഞ കൂടെ പറഞ്ഞു അവിടെ പാകിസ്ഥാനിൽ വലിയ ദേശീയമായി ഒന്നിച്ചു നിൽക്കുകയാണെന്ന്. അവിടെ നമുക്കറിയാം അവിടെ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമേ അവിടെ നിന്നും വിട്ടുപോകാൻ വേണ്ടി അവിടെ വലിയ കലാപം നടത്തുന്നത്. പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ എത്രയോ പാകിസ്ഥാന്റെ ഭാഗമായിട്ടാണ്. അതൊക്കെ പറയുന്നത് പാകിസ്ഥാനിൽ അവർ ദേശീയത കാണിച്ചു. അതുപോലെ ഒരു ദേശീയത പാകിസ്ഥാനിൽ കാണിച്ച ദേശീയത പോലെയായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ദേശീയതയോടെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ ഇന്ന് രാജ്യം ചിഹ്നഭിന്നമായി പോകുമായിരുന്നു. നമ്മളെല്ലാവരെയും കുറ്റനിർത്തി എല്ലാ മതന്യൂനപക്ഷങ്ങളെയും എല്ലാ ഭാഷാന്യൂനപക്ഷങ്ങളെയും എല്ലാ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളെയും അതാണ് നെഹ്റു മുന്നോട്ട് വെച്ച. എത്ര നിങ്ങൾ മോദിയെ വെള്ളപുഷാൻ ശ്രമിച്ചാലും എത്ര മോദിയെ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചാലും നെഹ്റു മുന്നോട്ട് വെച്ച യൂണിറ്റി ഡൈവേഴ്സിറ്റി ഇന്ത്യ കണ്ടെത്തുന്ന മഹത്തായ ഗ്രന്ഥത്തെ അദ്ദേഹം കണ്ടെത്തിയ ദേശീയത ഒരു ദേശീയതയും ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. മോദി ഒരു ദേശീയം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇവിടെ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണ്. ഞങ്ങളും നിങ്ങളും എന്ന് പറഞ്ഞിട്ട് മണിപ്പൂരിന്റെ കാര്യത്തിൽ പറഞ്ഞു 2 വർഷം കഴിഞ്ഞ നാളെ നരേന്ദ്രമോദി പോകേണ്ടതില്ല. മണിപ്പൂരിൽ അവരുടെ കുട്ടികൾ സ്വീകരിച്ചു. നരേന്ദ്രമോദി ചെന്നപ്പോൾ
ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് സ്വാഭാവികമായിട്ടും ആ സമയത്തെ കോൺഗ്രസിന്റെ വിമർശനത്തെ ഇപ്പോൾ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേടിയ വിജയ സമയത്ത് കോൺഗ്രസിന്റെ നിലപാടുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിമർശനം ഉന്നയിക്കുമ്പോൾ അതിൽ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ പെരുമാറ്റത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ നിലപാട് പറയുന്നതിൽ ഈ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിക്കുന്നതിൽ നിങ്ങൾ മടിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പെരുമാറ്റം കളിക്കളത്തിൽ മഞ്ജുഷ ഒരു സെക്കൻഡ് ഞാൻ ഇടപെട്ടോട്ടെ. അതായത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാന നേതാക്കന്മാരും, അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇവിടെ മഹാരാഷ്ട്രയിൽ നിന്ന് ഹർഷവർദ്ധൻ സബ്കാൽ അഭിനന്ദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സംസ്ഥാന നേതാക്കന്മാരും അവരുടെ തലത്തിൽ നിന്ന് കൃത്യമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിനകത്ത് അതുകൊണ്ട് കോൺഗ്രസ് അഭിനന്ദിച്ചില്ല എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ദേശീയ തലത്തിൽ കോൺഗ്രസ് നിലപാടെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യ ക്രിക്കറ്റ് വിജയിക്കുന്നതിന് കോൺഗ്രസ് എന്ത് നിലപാടാണ് മഞ്ജുഷ എടുക്കേണ്ടത്? അല്ല, ഇതിനു മുൻപുള്ള വിജയങ്ങളിലെല്ലാം കോൺഗ്രസ് കൃത്യമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ, ഔദ്യോഗിക ഹാൻഡിലുകളിൽ അഭിനന്ദനവും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് സ്വാഭാവികമായിട്ടും. ശ്രീ സിബി സത്യൻ, ശരി ശരി അശോക് കുമാർ, അങ്ങനെ ഒരു അഭിനന്ദനം അല്ല ഔദ്യോഗികമായിട്ട് വരേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള സംശയം കൂടി ഇവിടെ സിബി ഉന്നയിച്ചിരുന്നു.